നമുക്കറിയാം ഈ തമിഴ് രാഷ്ട്രീയം എപ്പോഴും പലപ്പോഴും സിനിമാ നടന്മാരെ അല്ലെങ്കിൽ സിനിമാ രംഗത്തുള്ളവരെ തള്ളുകയും കൊള്ളുകയും ചെയ്ത മണ്ണാണ് തമിഴ് മണ്ണ്. അതുകൊണ്ട് തന്നെ വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി മുന്നോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു ട്വിസ്റ്റ് തമിഴ്നാട്ടിൽ ഒരിക്കലും തമിഴ് മണ്ണ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വിജയം TVK പാർട്ടി പോലും കരുതിയിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ ആദ്യ സമയത്ത് ചർച്ച വരുമ്പോൾ കോൺഗ്രസ് ആർക്കൊപ്പം നിലപാടെടുക്കണം, DMKക്കൊപ്പം തുടരണമോ എന്ന് ചോദിച്ചപ്പോൾ പല ഭാഗത്തു നിന്നുള്ള അഭിപ്രായം വേണ്ട, അധികാരത്തിൽ വന്നാൽ DMK മുന്നണി മര്യാദകൾ പാലിക്കുന്നില്ല, കോൺഗ്രസിന് അവർ ആവശ്യപ്പെടുന്ന അത്രയും സീറ്റ് നൽകുന്നില്ല, അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ മന്ത്രി സ്ഥാനങ്ങളൊന്നും തന്നെ കോൺഗ്രസിന് കൊടുക്കുന്നില്ല എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അങ്ങനെ പല ചർച്ചകൾക്കൊടുവിലാണ് സ്റ്റാലിനൊപ്പം തന്നെ ഇക്കുറിയും നിൽക്കാമെന്ന് കോൺഗ്രസ് തീരുമാനമെടുക്കുന്നത്. അന്ന് കോൺഗ്രസ് പോലും കരുതിയിട്ടില്ല TVKക്ക് ഇത്രയും വലിയ വിജയം ഉണ്ടാകുമെന്ന്. ഇനി TVK അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ ആരുടെയെങ്കിലും ഒരു പിന്തുണ വേണം. ഒരു രാഷ്ട്രീയം വെച്ച് BJPക്കൊപ്പം TVK കൈ കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. കാര്യം അവർ മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജിയും BJPയുടെ ഐഡിയോളജിയും രണ്ടായതുകൊണ്ട്. അങ്ങനെയാണ് എങ്കിൽ സ്റ്റാലിനെ ഉപേക്ഷിച്ച് കോൺഗ്രസ് TVK കൈ കൊടുക്കുമോ? തമിഴ്നാട് രാഷ്ട്രീയം ഈ പറഞ്ഞതുപോലെ വളരെ സങ്കീർണമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ. എനിക്ക് തോന്നുന്നു ആക്സിസ് എന്ന ചാനൽ എന്ന ഗ്രൂപ്പ് ഒഴിച്ച് ഒരു എക്സിറ്റ് പോളും ഇങ്ങനൊരു ഫലം പ്രവചിച്ചിരുന്നില്ല. കേരളത്തിലും ഏതാണ്ട് ശരിയായി പ്രവചിച്ചത് ആക്സിസ് ആണ്. ആക്സിസ് പ്രവചിച്ചതുപോലെ അവിടുത്തെ ഒന്നാം കക്ഷിയായി TVK വരികയാണ്. ഇന്ത്യ മുന്നണി എന്ന രൂപത്തിൽ സ്റ്റാലിൻ കെട്ടിപ്പടുത്ത രാഷ്ട്രീയ മുന്നണി രണ്ടാം സ്ഥാനത്ത് വരുന്നു. കൂടുതൽ സീറ്റ് TVKക്കാണ്. സ്റ്റാലിന് ഭരണം സാധ്യമല്ല. സ്റ്റാലിൻ തോൽക്കുന്നു, സ്റ്റാലിൻ്റെ മകൻ തോൽക്കുന്നു. TVK വല്ലാമത്തെ കടന്നുകയറ്റം നടത്തുന്നു. കരുണാനിധിയൊക്കെ ജയിച്ച സീറ്റുകളിലാണ് തോൽക്കുന്നത്. അവിടെ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, SIRൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. വലിയൊരു തിരിച്ചടിയാണ് സ്റ്റാലിൻ സഖ്യത്തിന് അവിടെ ഉണ്ടായത്. അർത്ഥത്തിൽ ഇനി അടുത്ത ഓപ്ഷൻ എന്താണ്? ഭരണത്തിലെത്താൻ ഏറ്റവും ചാൻസ് ഉള്ളത് TVKക്കാണ്. ഭരണത്തിന് ഏറ്റവും അടുത്ത് എപ്പോൾ എന്നാലും പോരാ, 10-15-20 സീറ്റെങ്കിലും വേണം, 10 സീറ്റിൽ കൂടുതൽ വേണം. അപ്പോൾ ആര് പോകും? ശരിയാണ്, BJPയുടെ കൂടെ പോകാൻ വിജയിന് താല്പര്യമില്ല. അതിന് വിജയ്ക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. തമിഴ്നാട്ടിൽ പരാജയപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, ഇപ്പോൾ രജനീകാന്ത് പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി 2-3 പ്രാവശ്യം വന്ന് നോക്കിയിട്ട് തിരിച്ചുപോയി, വേണ്ടാന്ന് വെച്ചു. വിജയകാന്ത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, പക്ഷെ അതും വേണ്ട രീതിയിൽ വന്നില്ല. കമലഹാസന്റെ രാഷ്ട്രീയ പാർട്ടി ഇപ്പം ഇല്ല, പക്ഷേ ഈ വിജയിന് വന്നു. അതിന് ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് ഞാൻ എപ്പോഴും കരുതുന്നത്. DMK ആയിട്ട് പോളറൈസ് ചെയ്ത ഒരു രാഷ്ട്രീയത്തിൽ കൃത്യമായും ഒരു മൂന്നാം സംഗതി, ഇപ്പോൾ ഒരു ആം ആദ്മി പാർട്ടിയുടെയൊക്കെ ലൈനിലാണ് ഇത് വന്നത്. മെർസിൽ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സിനിമയിലൊക്കെ അങ്ങനെയുള്ള ചില സംഗതികളുണ്ട്, ജനകീയ രാഷ്ട്രീയം. പക്ഷേ അയാളുടെ ഒരു വീക്ക്നെസ് ഉണ്ട്, ഞാൻ കാണുന്നത് സംഘടനാപരമായി ഇപ്പോഴും കെട്ടുറപ്പില്ല. അയാളുടെ ആളുകളെ ആരെങ്കിലും റാഞ്ചി കൊണ്ടുപോയാൽ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഘടനാ രീതി. ഇപ്പൊ പിന്നെ പോപ്പുലാരിറ്റി വെച്ച് പോവില്ല എന്ന് വിചാരിക്കാം. ഇനി ആരാണ് ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ പോണത്? ADMK അവിടെ BJP സഖ്യത്തിലാണ്. ADMK നേരിട്ട് പോയി TVK സപ്പോർട്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. BJP സഖ്യം വിട്ട് BJPക്കും സപ്പോർട്ട് ചെയ്യാൻ സ്വീകരിക്കാൻ വിജയിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം ദ്രാവിഡ രാഷ്ട്രീയം അവിടെ വേരുറച്ചതാണ്. BJPക്ക് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ കടന്നു കയറാൻ പറ്റില്ല. BJPക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, തങ്ങൾക്ക് ഒരു സാധ്യതയില്ലാത്ത സ്ഥലത്തും BJP ചില സഖ്യകക്ഷികളെ കൊണ്ട് കടന്നു കയറിയ ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷെ തമിഴ്നാടിന് അത്ര എളുപ്പമല്ല, കാരണം അത്ര ഒരു ഹിസ്റ്ററി ഉണ്ട് തമിഴ്നാടിന്. പിന്നെ സാധ്യതയുള്ളത് കോൺഗ്രസ് ആണ്. ഞാൻ മനസ്സിലാക്കുന്നത് തുടക്കത്തിൽ രാഹുൽ ഗാന്ധി വിജയ്ക്കൊപ്പം പോകണം എന്ന് ആഗ്രഹിച്ച ആളാണ്. അതുകൊണ്ട് ചില റിഫ്റ്റുകൾ സ്റ്റാലിനുമായി ഉണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും സ്റ്റാലിനും ഒന്നിച്ച് ഒരു വേദി പങ്കിട്ടിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ. രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് പോയി, സ്റ്റാലിൻ വേറെ പോയി. അപ്പോൾ എന്താണ്, കാരണം TVKക്ക് എന്തെങ്കിലും റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? ആക്സിസ് ഇന്ത്യ പോലെ ആരെങ്കിലും കനകോലുമാരെങ്കിലും കൊടുത്തിട്ടുണ്ടാവും രാഹുൽ ഗാന്ധിക്ക്. എന്തായാലും ലോക്കൽ പാർട്ടി അതിനെ സമ്മതിച്ചില്ല, കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നിന്നു. കൊളാറ്ററൽ ഡാമേജ് ഉണ്ടായി. DMK തകരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായി നിൽക്കുന്ന സഖ്യകക്ഷി എന്നുള്ള എനിക്ക് കോൺഗ്രസിനും തകർച്ച പറ്റും. ഇനി എന്താണ്? ഇനി 2-3 പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസിന് വേണമെങ്കിൽ TVKക്ക് പിന്തുണയ്ക്കാം, കോൺഗ്രസിന് വേറെ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് TVKയുമായി സഖ്യം ഉണ്ടാക്കുന്നു, കുറച്ച് മന്ത്രിമാരെ കിട്ടുന്നു. 1967 ശേഷം ആദ്യമായി തമിഴ്നാട്ടിലൊരു മന്ത്രിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം.
ലാഭകരമാണ്, തൽക്കാലം ലാഭകരമാണ്. അതിനേക്കാൾ ലാഭകരമാണ് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. TVK സംബന്ധിച്ചിടത്തോളം ലോക്സഭയിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ പരമാവധി സീറ്റ് കോൺഗ്രസിന് കൊടുക്കും. പണ്ട് ADMK അങ്ങനെയാണ് ചെയ്തിരുന്നത്. കോൺഗ്രസിന് പരമാവധി സീറ്റ് കൊടുക്കും, അസംബ്ലിയിൽ സീറ്റ് മുഴുവൻ ADMK എടുക്കും, കോൺഗ്രസ്. അങ്ങനെയാണ് കോൺഗ്രസിന് കുറേ MP മാർ തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ വേണമെങ്കിൽ ഒരു പരീക്ഷണം കോൺഗ്രസിന് നടത്താം. ചപ്പുള്ള പ്രശ്നങ്ങൾ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നതിൽ നിന്ന് DMK വിട്ടുപോകും. ആ DMK നേരെ BJPയുടെ അടുത്ത് പോകില്ല എന്ന് ഉറപ്പില്ല. NDA സഖ്യത്തിൽ ഉണ്ടായിരുന്നു ഒരിക്കൽ DMK, അന്ന് ADMK പുറത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് NDA സഖ്യത്തിൽ DMK ഉണ്ടായിട്ടുണ്ട്, ADMK ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ സഖ്യകക്ഷിയായിട്ട് BJPയുടെ എന്തെങ്കിലും NDAയുടെ ഭാഗമായി വേണമെങ്കിൽ ഒന്ന് ശ്രമിക്കാം. അപ്പോ ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റ് കക്ഷികളുണ്ട്, ഇപ്പൊ ഇടതുപക്ഷ കക്ഷികളുണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, അങ്ങനെ കുറെ കക്ഷികളുണ്ട്, PMK ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യേണ്ടി വരും? അവരൊന്നുകിൽ വിജയുടെ കൂടെ വരേണ്ടി വരും. അങ്ങനെ വന്നാൽ വീണ്ടും തമിഴ്നാട് രാഷ്ട്രീയം വേറെ തരത്തിൽ പോളറൈസ് ചെയ്യും. എന്നാൽ DMK എവിടെ നിൽക്കുന്നുള്ളത് അറിയില്ല. BJP DMK എടുക്കുകയാണെങ്കിൽ എന്നാൽ DMK ഔട്ടാവും കളിയിൽ. കാരണം DMK എടുക്കുന്നതാണ് അവർക്ക് സേഫ്, കുറച്ചുകൂടി സംഘടനയും കാര്യങ്ങളും ഒക്കെ ഉള്ളതും ലീഡർഷിപ്പ് സ്ട്രോങ് ആണ്. അപ്പൊ അതും സംഭവിക്കാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? അപ്പൊ അതും കോൺഗ്രസ് ആലോചിക്കണം. DMKയെ അവർക്ക് MP മാരുണ്ട്, അവരെ ഇപ്പോൾ NDA സഖ്യത്തിലേക്ക് വിടണോ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഇതൊരു കലങ്ങി മറിഞ്ഞ അന്തരീക്ഷമാണ്. ഇനി BJP ഏതെങ്കിലും തരത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് BJP പറയണം, നിങ്ങൾ മരിച്ചോ, നിങ്ങൾ പുറത്തുനിന്ന് പിന്താങ്ങാം, അങ്ങനെ ചെയ്യാലും തന്ത്രപരമായി BJPക്ക് TVK പിന്താങ്ങാം. അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് അപകടകരമാണ്. കാരണം TVKയുടെ ഇപ്പൊ ജനപ്രീതി BJPക്ക് കൊണ്ടുപോയാൽ നാളെ ഇതേ ബാർഗെയിൻ BJP നടത്തും. ലോക്സഭയിൽ ഞങ്ങൾ മത്സരിച്ചോളാം, നിങ്ങൾ ഇത് ഭരിച്ചോ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പ്രശ്നമുണ്ടല്ലോ, TVKയുടെ ഐഡിയോളജിയും BJPയുടെ ഐഡിയോളജിയും തമ്മിൽ ശരിയാകില്ലല്ലോ. അല്ല, ശരിയാകില്ല. ഐഡിയോളജി ഒക്കെ രണ്ടാമത്തെ കാര്യമല്ലേ. ഇപ്പൊ തൽക്കാലം ഭരിക്കുകയല്ലേ പ്രധാനം. തൽക്കാലം ഭരിക്കുകയാണ് ഞങ്ങളുടെ ആവശ്യം എന്നുണ്ടെങ്കിലോ, ഭരണത്തിന് കൂടെ വന്നാലോ, നിങ്ങൾ പിന്തുണയ്ക്കാന്ന് പറഞ്ഞാലോ, ഒരു ടാക്ടിക്കൽ സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഭരിച്ചോ, നിങ്ങൾ ഭരണത്തിൽ ഇടപെടുന്നില്ല, നിങ്ങൾ ഭരിച്ചോ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ആ സമയമാകുമ്പോഴേക്കും ഇതൊക്കെ മാറും. TVKയുടെ ആളുകൾക്കും കുറെ മനസ്സിലാവും BJPയുടെ പിന്തുണയോടെ നമ്മൾ നിൽക്കണേന്ന്. ആ അർത്ഥത്തിൽ മാറാം. രാഷ്ട്രീയം അങ്ങനെ സ്റ്റാഗ്നന്റ് അല്ലല്ലോ, ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സാധനം അല്ലല്ലോ, ഒഴുകുന്ന സാധനമാണ്. ഇതെല്ലാം കണക്കാക്കിയിട്ട് വേണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനത്തിലെത്താൻ. തൽക്കാലം അവിടുത്തെ കുറച്ച് ആളുകൾക്ക് മന്ത്രിയാവാം എന്നുള്ളതിനപ്പുറത്തേക്ക് ലോങ് ടേമിൽ ഇത് BJPക്ക് വിരുദ്ധ രാഷ്ട്രീയത്തെ എങ്ങനെ സഹായിക്കുമെന്ന് നോക്കണം. BJPയുടെ പിന്തുണ സ്വീകരിക്കാതിരിക്കുകയും കോൺഗ്രസിന്റെയും ഒരുപക്ഷെ ഇടതുപക്ഷം നിൽക്കുമെന്നറിയില്ല, അവരുടെയും പിന്തുണ സ്വീകരിച്ചുകൊണ്ട് TVK അധികാരത്തിൽ വന്നാൽ ചിലപ്പോ അങ്ങനെ ഒരു സാധ്യതയും BJPയെ ഒഴിച്ചു നിർത്താൻ സാധ്യതയുണ്ടെങ്കിൽ അത് പരീക്ഷിക്കാവുന്നതാണ്. എന്തായാലും തമിഴ്നാട്ടിൽ ഈ TVKയുടെ വരവ്, അപ്രതീക്ഷിതമായി കടന്നു വരവ്, തമിഴ്നാട് രാഷ്ട്രീയത്തെയും ഇന്ത്യൻ രാഷ്ട്രീയത്തെയും വലിയ തോതിൽ സങ്കീർണമാക്കുന്നുണ്ടെന്നാണ് ഞാൻ കാണുന്നത്.